വഖഫ് ബില്ലിനെ അനുകൂലിച്ച് ക്രൈസ്തവ സംഘടനകളും രംഗത്ത്. ചെറായി മുനമ്പം വില്ലേജുകളിൽ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് കയ്യേറുന്നത് ചൂണ്ടിക്കാട്ടി KCBCയും സീറോ മലബാർ സഭയും ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നിവേദനം നൽകി. വഖഫ് നിയമ ഭേദഗതിയിൽ ഈ വിഷയം പരിഹരിക്കാൻ നിർദ്ദേശമുണ്ടാകണമെന്നാണ് ക്രൈസ്തവ സംഘടനകളുടെ ആവശ്യം. വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, KCBCയും സീറോ മലബാർ സഭയുമാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാന ആവശ്യവും? പ്രധാനമായും ഈ മുനമ്പ്, അതോടൊപ്പം തന്നെ ചിറായി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി ക്രൈസ്തവ ഭവനങ്ങൾ ഈ വഖഫ് ബോർഡിന്റെ ഭീഷണി നേരിടുകയാണ്. ക്രൈസ്തവർ പരമ്പരാഗതമായി ജീവിക്കുന്ന പ്രദേശങ്ങൾ തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വില്ലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ നിവേദനത്തിനകത്ത് സീറോ മലബാർ സഭയും അതോടൊപ്പം തന്നെ കേരള കത്തോലിക് ബിഷപ്പ് കൗൺസിൽ KCBCയും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പുതിയതായി കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ ഈ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നം പരിഹരിക്കുവാനുള്ള ശുപാർശകൾ കൂടി ഉണ്ടാകണം, അല്ലെങ്കിൽ തീരുമാനം കൂടി ഉണ്ടാകുന്നതാകണം പുതിയ ബില്ല് എന്നതാണ് സഭകളുടെയും ക്രൈസ്തവ സംഘടനകളുടെയും പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വിഷയം പരിഗണിക്കാം എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി കിരൺ റിജിജു തന്റെ എക്സിലൂടെയാണ് ക്രൈസ്തവ സംഘടനകളുടെ നിവേദനം വളരെ ഗൗരവമായാണ് കാണുന്നതെന്നും പ്രശ്നങ്ങൾ പുതിയ ബില്ലിലൂടെ പരിഹരിക്കും എന്നത് സംബന്ധിച്ചുള്ള ഉറപ്പും നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ സംവാദം രാജ്യത്ത് പുരോഗമിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ ഈ ബില്ല് നടപ്പാക്കുമെന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും മറുഭാഗത്ത് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് നിലവിൽ ഈ ഒരു ബില്ല് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ക്രൈസ്തവ സഭകൾ കൂടി ഈ ബില്ല് അനിവാര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ ചെറായി മുനമ്പം വില്ലേജുകളിൽ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് കയ്യേറുന്നത് ചൂണ്ടിക്കാട്ടിയാണ് KCBCയും ഒപ്പം സീറോ മലബാർ സഭയും ലോക്സഭാ സെക്രട്ടേറിയറ്റിന് പരാതി നൽകിയിരിക്കുന്നത്. അനുകൂലമായ ഒരു സമീപനം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കൃത്യമായ ഇടപെടൽ വളരെ വേഗം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? കിരൺ റിജിജു ഇപ്പോൾ എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഇതൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് ക്രൈസ്തവ സഭകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ ക്രൈസ്തവ നേതാക്കൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിക്കും എന്നാണ് കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കേരള കത്തോലിക് ബിഷപ്പ് കൗൺസിലിന്റെ KCBCയുടെയും അതോടൊപ്പം തന്നെ സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനുമാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിവേദനം ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ ഇപ്പോൾ BJPയും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDAയുടെ സ്ഥാനാർത്ഥിയുമൊക്കെയായ രാജീവ് ചന്ദ്രശേഖർ ഈ സഭകളുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് BJPയുടെ ഭാഗത്ത് നിന്നും രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ഇതിൽ നിലപാട് തിരുത്തണം എന്നുള്ളതാണ്. കാരണം ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ വഖഫ് ഭേദഗതി നിയമം അനിവാര്യമാണെന്ന് പറയുമ്പോഴും ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസും മറ്റും ഈ ബില്ലിനെ എതിർക്കുന്നു എന്നുള്ളത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്നാണ് BJPയുടെ വിമർശനം. KP